ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നലെ 8/9/2023 കോട്ടയം LDV Various റാങ്ക് ലിസ്റ്റ് വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണും, ഒരുവിധം എല്ലാവരും അറിഞ്ഞു കാണും. ഇന്നലെ അതിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നലെ വീഡിയോ ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പാകുന്ന സമയത്താണ്, അതായത് ഇതിൻ്റെ ഈ മാറ്റർ ആദ്യം തന്നെ അറിയിച്ചത് നമ്മളുടെ അതിൽ അഞ്ചാം റാങ്ക് കിട്ടിയ വിനീത് ആളിവിടെ വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് ലിസ്റ്റുകൾക്കായിട്ട് വന്നു. അതിൽ ആളെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അറിയിച്ചു. പുള്ളിയാണ് ആദ്യം വിളിച്ച് അറിയിച്ചു, ആശാനെ റാങ്ക് ലിസ്റ്റ് വന്നു കേട്ടോ, എനിക്ക് 5ാമത്തെ റാങ്ക് ഉണ്ട് പറഞ്ഞു. നീ കയറോടാ ചോദിച്ചു. തീർച്ചയായിട്ടും കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ശരി, അത് ചെയ്യാന്നുള്ളതിൽ ഇരിക്കുമ്പോഴാണ് പുള്ളി എന്നോട് പറഞ്ഞ ഒരു വീഡിയോ, എൻ്റെ ഒരു അനുഭവം വെച്ച ഒരു വീഡിയോ ഞാൻ ചെയ്തു തന്നോട്ടെ, പോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് പോസ്റ്റ് ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം സാധാരണ ഇങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ആരും ധൈര്യം കാണിക്കാറില്ല. എല്ലാവരും ചെയ്യാമെന്ന് പറഞ്ഞാലും അവർ പിന്നീട് അല്ല സാറേ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിൽ നിൽക്കാനേ മടിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളതിന് നിർബന്ധിക്കാറില്ല. ആദ്യമായിട്ട് ചെയ്തത് അനൂപാണ്. അനൂപ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ അനൂപ്, മറ്റേ കണ്ണൂർ. അപ്പോൾ ആള് ആദ്യം ചെയ്ത് കണ്ടപ്പോൾ അതൊക്കെ ആയിരിക്കും ഒരു എനർജി വർക്കും ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ 5ാം റാങ്ക് കിട്ടിയ വിനീതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ എന്താ പറയുക, കൺഗ്രാജുലേഷൻ. മനസ്സ് തട്ടിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ ആരൊക്കെ ലിസ്റ്റിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ആരെങ്കിലും ഈ ടൈമൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ എനിക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് നമ്മൾ ഈ അപേക്ഷ അയക്കുന്ന സമയത്ത് ഏതാനും 5 വേക്കൻസി ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിഞ്ഞത്. പിന്നീട് ഇതിൻ്റെ അപേക്ഷ അയച്ച് ബാക്കി ഇത്രയും കാലത്തിൻ്റെ ഇടയിലുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കലൊക്കെ നടന്നപ്പോൾ അതൊരു 5 കൂടെ കിട്ടി, ഒരു 10 ആയിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ്. കഴിഞ്ഞ കൊല്ലത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം 38 ആളൊക്കെ പോയിരിക്കണം. അപ്പോൾ NJD ഒരു 11-12 കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ട്. അപ്പോൾ NJDയും കൂടെ ചേർത്തുന്ന സമയത്ത് മൊത്തം ഒരു 50-51 വരെയുള്ള അഡ്വൈസ് പോയിട്ടെന്നുള്ള തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഏകദേശം ഒരു കണക്കാണ് എനിക്കറിയാൻ പറ്റിയത്. അത് തന്നെയാണ് ഞാൻ നിങ്ങളെയും അറിയിക്കുന്നത്. അപ്പോൾ അതിൽ 10 വേക്കൻസി നിലവിലുള്ളത് കൊണ്ട് ഇപ്പോൾ നോർമലി എങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ റൊട്ടേഷൻ ചാർട്ട് എങ്ങനെ ഇട്ടാലും ആദ്യത്തെ 5 റാങ്ക് വരെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കയറാൻ പറ്റും എന്നുള്ളതാണ് അറിഞ്ഞത്. അതായത് വിനീതിന് ഇതിൽ കയറാൻ പറ്റും എന്ന് ഫസ്റ്റ് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഉള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതോട് കൂടിയിട്ട് വിനീത് കയറിപ്പോകും എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ വിനീത് അയച്ചു തന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആളുടെ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള അനുഭവം എന്താണോ തോന്നിയത് ആ കാര്യം മാത്രം അയച്ചാൽ മതി എന്ന് പറഞ്ഞാണ്. പക്ഷെ പുള്ളി അത് പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് 1-2 കാര്യങ്ങൾ ആൾ പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് കാരണം എന്താ പറഞ്ഞാൽ ഞാനത് പബ്ലിക് ചെയ്യാതെ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു. കാരണം എന്താ പറയുക, അത് പബ്ലിക് ചെയ്തപ്പോൾ നമ്മളൊരു അട്രാക്റ്റ് പോയിന്റ് ഇട്ടിട്ട് ഒരാളെ നമ്മളടുത്ത് എത്തിക്കില്ല. നമ്മളെ ക്വാളിറ്റീസ് ഇവിടെ വരുന്നവർ പറഞ്ഞിട്ട് നിങ്ങൾ അറിയുന്നതാണ് എനിക്ക് താല്പര്യം. പക്ഷെ എങ്ങനെയാണെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് വിനീത്. ഞാൻ കോട്ടയം ജില്ലയിലെ പാലാ സ്വദേശിയാണ്. 19/21 LDV കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ലിസ്റ്റിൽ എനിക്ക് 5ാം റാങ്കാണ് ലഭിച്ചത്. ഈ 5ാം റാങ്ക് ലഭിക്കാൻ കാരണം ജഗദീഷേട്ടൻ്റെ ക്ലാസ്സുകളാണ്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഞാൻ പലതവണ മറ്റ് ലിസ്റ്റുകൾക്ക് വേണ്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ക്ലാസ്സായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചതെന്ന്. അപ്പോൾ ക്ലാസ്സിന് ചെല്ലുന്ന സമയം തൊട്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ടും അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ടെസ്റ്റിനെ കുറിച്ചും റോഡ് ടെസ്റ്റിനെ കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസങ്ങളിലും അടുത്ത ഒരു ഷെഡ്യൂൾ വരുന്നതിന് മുമ്പ് തന്നെ എക്സ്ട്രാ പ്രാക്ടീസും തരാറുണ്ട്. അതിനൊന്നും അദ്ദേഹം പൈസയൊന്നും മേടിക്കാറില്ല. നമ്മളെ വളരെ കംഫർട്ടാക്കിയതിന് ശേഷമാണ് അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് വിടാറ്. അതുപോലെ ഫുഡിൻ്റെ ആണെങ്കിലും താമസത്തിൻ്റെ ആണെങ്കിലും എല്ലാം അദ്ദേഹം നോക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് വളരെയധികം ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. ജഗദീഷേട്ടൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഷൗട്ടൊക്കെ ചെയ്ത് പറയും. അത് നമ്മൾ പലതവണ നമ്മളോട് പറഞ്ഞതിന് ശേഷം തെറ്റുന്ന സമയത്ത് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ അത് നമ്മളൊരു PSCയുടെ രീതിയിൽ നമ്മളതിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിൽ വരിക വളരെയധികം ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അതിൻ്റെ അത് തെറ്റുകൾ വരാതെ തന്നെ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിലോട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഓർക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ പറയാറുണ്ട്. അത് ചില ആളുകൾക്ക് ചിലപ്പോൾ മാനസികമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൻ്റെ അത് യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 3-4 തവണ ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തിട്ടിരുന്നത്. അതുപോലെ തന്നെ ഫീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചിത ഫീസ് ആ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫീസ് കൂടുതലാണ് എന്ന് ചിലപ്പോൾ പലരും അഭിപ്രായം പറയാറുണ്ട്. ശരിയാണ്, അദ്ദേഹം തന്നെ പറയാറുണ്ട് ഫീസ് ഞാൻ കുറച്ച് കൂടുതലാണ് മേടിക്കുന്നത്. പക്ഷേ അതനുസരിച്ചുള്ള ക്ലാസ്സുകളും അതനുസരിച്ചുള്ള ടൈമും നമുക്ക് ലഭിക്കാറുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഫീസ് കൂടുതലല്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടനും നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി ഉയരത്തിൽ ചെല്ലാൻ സാധിക്കട്ടെ. നന്ദി. കണ്ടു കഴിഞ്ഞില്ലേ? ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആളുടെ അഭിപ്രായം? അതായത് ഞാൻ ഇതുവരെ പബ്ലിഷ് ചെയ്യാതിരുന്ന കാര്യങ്ങളും പുറത്ത് പറയാൻ അങ്ങനെ, അതായത് ഒരു അട്രാക്റ്റീവ് പോയിന്റ് പറഞ്ഞിട്ട് ആളെ വരുത്തണം എന്നുള്ള ഒരു ഇതില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് ഞാനത് പറയാതിരുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അത് ഏതാണ്, എന്താണ് ആ ഉദ്ദേശിച്ച് എന്നുള്ളതിൻ്റെ ആ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം. നേരെ കമൻറ്റ് ബോക്സിലേക്ക് വിട്ടോ. ഗുഡ് ബൈ.